മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 14-ാം വാക്യം. പ്രിയ സഹോദരങ്ങളെ, നോമ്പുകാലത്തിന്റെ 8-ാം ദിവസം എത്തി നിൽക്കുമ്പോൾ നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഈശോയുടെ ക്ഷമയുടെ സന്ദേശത്തെയാണ്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പലരാൽ നിരാശപ്പെടുകയും ചിലപ്പോൾ ഏറ്റവും അടുത്തവരാൽ തന്നെ വേദനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈശോ ഈ വചനത്തിലൂടെ നമ്മോട് പറയുന്നത് ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നമ്മുടെ സൃഷ്ടാവായ ദൈവം ക്ഷമയോടെയാണ് നമ്മോട് പെരുമാറുന്നത്. അല്ലായിരുന്നെങ്കിൽ നമ്മുടെ എല്ലാ പാപങ്ങൾക്കും നാം ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ അവിടുന്ന് കരുണയോടെ നമ്മോട് ക്ഷമിക്കുന്നു. ദൈവം കൃപാപൂർവ്വം നമ്മളോട് ക്ഷമിക്കുമ്പോൾ നാം മറ്റുള്ളവരോട് ക്ഷമിക്കാനും തയ്യാറാകണം. ക്ഷമിക്കാതെ മനസ്സിൽ വിഷമവും വൈരാഗ്യവും ദേഷ്യവും കൊണ്ട് നടക്കുമ്പോൾ അതിനിരയാകുന്നത് നമ്മൾ തന്നെയാണ്. മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഈ നിരാശകളിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയാണ് ഈശോ നമ്മോട് ക്ഷമിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. ക്ഷമിക്കുന്നത് ദൗർബല്യമല്ല, മറിച്ച് ദൈവിക ശക്തിയാണ്. ക്ഷമിക്കാൻ കഴിയാത്ത വേദനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈശോയുടെ കരുണയാണ് നമ്മൾ പിന്തുടരേണ്ട മാതൃക. അങ്ങനെ കുടുംബത്തിലും സമൂഹത്തിലും തിരുസഭയിലും നാം ക്ഷമയുടെ പ്രകാശം പരത്തട്ടെ. മറ്റുള്ളവരോട് ക്ഷമിക്കാനും അതുവഴി ദൈവം നമ്മോട് ക്ഷമിക്കുവാനുള്ള അനുഗ്രഹത്തിനായി ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.